ദൈവത്തിന് മഹത്വം. യേശുക്രിസ്തുവിന്റെ വീണ്ടും വരവും അന്ത്യകാല ലക്ഷണങ്ങൾ 267 ഭാഗത്തേക്ക് ഏവരെയും പ്രാർത്ഥനയോടെ ക്ഷണിച്ചുകൊള്ളുന്നു. രണ്ട് തിമോത്തിയോസ് 3-ാം അധ്യായത്തിൽ 1-ാമത്തെ വാക്യത്തിലുള്ളായ 11-ാമത്തെ ഭാഗം. അവിടെ പറഞ്ഞിരിക്കുന്നത് ഇണങ്ങാത്തവർ, ഒരു വല്ലാത്ത കുറച്ച് ആൾക്കാരാ ഇണങ്ങാത്തവര്. വീട്ടിൽ ആരോടുമില്ല, നാട്ടുകാരോടില്ല, ജോലി സ്ഥലത്തില്ല, ആരുമായിട്ട് ഒരു ഇണക്കമില്ല. ഇങ്ങനെ ഒത്തിരി പേരുണ്ട്. ഏത് മൃഗമായിരുന്നാലും മനുഷ്യൻ നോക്കിയാൽ ഇണക്കാൻ പറ്റും. നമുക്കറിയാമല്ലോ, കാട്ടിൽ കിടക്കുന്ന ആനയെ നാട്ടിൽ കൊണ്ടുവന്ന് പാപ്പാൻ പറയുന്നതൊക്കെ അനുസരിക്കുന്ന കാലം എത്രയോ വർഷങ്ങളായി. അങ്ങനെ എത്ര പക്ഷികളെ അത് സ്നേഹത്തോടെ അതിനോട് അടുത്ത് കഴിഞ്ഞാൽ ഇണങ്ങും. പക്ഷേ ഇവരോട് എന്തെല്ലാം കാണിച്ചാലും ഒരു ഇണക്കമില്ലാത്ത കുറച്ച് ആളുകളെ ഇവരെ സംബന്ധിച്ച് ബൈബിൾ പറയുന്നത്, മൃഗപ്രായനായ മനുഷ്യൻ. ഇനിയും ഇവര് വിവാഹം കഴിച്ചാൽ ഉണ്ടാകുന്ന കുഴപ്പം, ആ സ്ത്രീയുടെ കാര്യം വളരെ കഷ്ടമായിരിക്കും. ഓർത്ത് നോക്കിക്കേ, ബൈബിൾ പറയുന്നത് എത്രയെത്ര സംഭവങ്ങൾ നിറവേറിയിരിക്കുന്നു. ഇണങ്ങാത്തവര്. 12-ാമത്തെ ഭാഗം ഏഷണിക്കാര്. ഇത് ലോകമനുഷ്യരിലുമുണ്ട്, ആത്മീയഗോളത്തിലും ധാരാളം ഉണ്ട്. ഇപ്പൊ കേശനി പറഞ്ഞില്ലെങ്കിലേ ഭയങ്കര പ്രയാസമാണ്. അവർക്ക് ഉറക്കം വരികയില്ല. എന്തെങ്കിലും കേശനി ഉണ്ടാക്കണം. ഇതിന് പേരെ ഫോസ്ക് എന്നും പറയുന്നു. ഇനിയും ഫോസ്ക് പറയുന്നതിനെ പറ്റി വെളിപ്പാട് 21-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യം, 8 കൂട്ടം ആളുകളുടെ കൂട്ടത്തില് ഇവരും ഉണ്ട്. നമുക്ക് ആരൊക്കെ നോക്കാം. വെളിപ്പാട് 21-8. ഫീരിക്കൽ. ഫീരിക്കൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഈ ഭയമുള്ളവരോ പേടിയുള്ളവരോ ആടിപ്പാട്ടവരല്ല. കർത്താവിനെ അനുസരിച്ച് ജീവിച്ചാൽ തൻ്റെ സമൂഹം തന്നെ വെറുക്കും, താൻ ഒറ്റപ്പെടും, ആരുമില്ലാത്ത സാഹചര്യമാകും. അങ്ങനെ ചർച്ചക്കാരെയും വീട്ടുകാരെയും സത്യത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കാൻ ആഗ്രഹമുണ്ടെങ്കിലും ഭീരുക്കൾ ഇവരും കർത്താവിന്റെ വഴി പോകുന്ന കാര്യം ബുദ്ധിമുട്ടാണ്. അടുത്ത അവിശ്വാസികൾ. വേണമെങ്കിൽ ഇവരെ യുക്തിവാദികളെന്നോ നിരീശ്വരന്മാരെന്നോ ദൈവമില്ലാത്തവരെന്നൊക്കെ വേണമെങ്കിൽ പറയാം. അവർക്ക് ഒട്ടും വിശ്വാസമില്ല. അവിശ്വാസികൾ. 3-ാമത്തെ കാര്യം അറയ്ക്കപ്പെട്ടവര് എന്ന് പറഞ്ഞ ഇവന്മാരുടെ മ്ലേച്ഛമായ പാപം നിമിത്തം എല്ലാവരാലും തള്ളപ്പെട്ടവരാണ് അറക്കപ്പെട്ടവർ എന്ന് പറയുന്നത്. 4-ാമത്തെ നോക്കിയാൽ കുലപാതകന്മാർ എന്ന് വർദ്ധിച്ചുകൊണ്ടിരിക്കുക. എങ്ങനെ ഒരു മനുഷ്യനെ കൊല്ലാനായിട്ട്
അവന്റെ ഹൃദയം അനുവദിക്കുന്നു. അയ്യോ, എങ്ങനെയാണ്? അത് മഹാപാപമല്ലേ? ഒരു മനുഷ്യനെ കൊല്ലുക എന്ന് പറയുന്നതിന് ഒരു പ്രശ്നവുമില്ല. ആ കാലം ഇന്ന് വർദ്ധിച്ചിരിക്കുക. അപ്പനാണോ, അമ്മയാണോ, ഭാര്യയാണോ, സഹോദരങ്ങളാണോ, കൊല്ലുന്നതിന് മടിയില്ലാത്ത ഒരു വലിയ കൂട്ടം ആളുകൾ. അഞ്ചാമത് പറഞ്ഞിരിക്കുന്നത് ദുർനടപ്പുകാർ. ഈ ദുർനടപ്പുകാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ കൂടെ ഓടി വരുന്ന ഒരു മഹാഭാവമാണ്. അതും അതിനകത്തുണ്ട്. എന്ന് പറഞ്ഞാൽ ദുഷിച്ച നടപടി, ദുഷിച്ച കാര്യങ്ങൾക്ക് വേണ്ടി ഓടുന്നവർ, നടക്കുന്നവർ. നമ്മൾ മഹാഭാവമൊക്കെ നമ്മൾ പറയുന്നുണ്ട്. എന്നാൽ ദുഷിച്ച വഴിയിലൂടെ യാത്ര ചെയ്യുന്നവർ, അവരുടെ പേരാണ് ദുർനടപ്പുകാർ. ആവശ്യമില്ലാത്ത വഴിയിൽ കൂടെ യാത്ര ചെയ്യുന്നവർ. വേറൊരു കൂട്ടർ ക്ഷുദ്രക്കാര്. ക്ഷുദ്രം ചെയ്ത് ആളുകളെ കൊല്ലാമെന്നൊക്കെ പറയുന്നു. എന്തോ അത് അന്ധകാര ശക്തിയെ കൊണ്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. ബൈബിള് പറയുന്നുണ്ട് ക്ഷുദ്രം ചെയ്ത് മരിക്കൽ ആരാണെന്ന്. അതിനേതോ പവറൊക്കെ ഉണ്ടായിരിക്കാം. പക്ഷേ ഈ ക്ഷുദ്രം ചെയ്യുന്നത് ഒരു കുടുംബത്തെ നശിപ്പിക്കാൻ വേണ്ടി ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു വ്യക്തിയെ നശിപ്പിക്കാൻ വേണ്ടി ആയിരിക്കാം. അത് ധാരാളം ക്ഷുദ്രക്കാര് നമ്മുടെ ഇന്ന് കേരളത്തിലെ മനസ്സുപോലെ ഉണ്ട്. ബിംബാരാധികൾ, ഞാൻ ആ ഭാഗത്തേക്ക് പറയാൻ താല്പര്യപ്പെടുന്നില്ല, നമുക്കൊക്കെ അറിയാവുന്നതാണ്. അടുത്ത പ്രയോഗം, എട്ടാമത്തെ കാര്യം, എന്നിവർക്കും ഫോഷ്കു പറയുന്ന ഏവർക്കുമുള്ള ഓഹരി. കള്ളം പറയുന്ന, വ്യാജം പറയുന്നവരുടെ ഓഹരി. തീയെ ഓഹരി നോക്കണം. ഗന്ധകം, കത്തുന്ന പൊയ്യ. അത്രേ എന്തൊരു കഷ്ടമാണ്. കള്ളം പറഞ്ഞാൽ രക്ഷപ്പെടാമെന്ന് വിചാരിക്കേണ്ട. അത് ഞാൻ നേരത്തെ ഓർപ്പിച്ചതുപോലെ ആത്മീയ മണ്ഡലത്തിൽ ധാരാളം ഉണ്ട്. വ്യാജം പറയുക, വ്യാജങ്ങളെ കോർത്തിണക്കിയിട്ട് വൻ കാര്യങ്ങളൊക്കെ ചെയ്ത നിലവാരത്തിൽ പറയുന്ന ഒത്തിരി ആളുകളുണ്ട്. എന്നെ കേൾക്കുന്ന ആളുകളെ, പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തില് കർത്താവിന് വേണ്ടി വൻകാര്യങ്ങളൊക്കെ ചെയ്യുന്ന നല്ല കാര്യമാണ്. ഫോഷ്കിൽ ഇഷ്ടപ്പെടുന്നവർ ദൈവത്തിന് ഏറ്റവും കണക്കുള്ളവരാണ് ഫോഷ്കു പറയുന്നവര്. അതിന്റെ ഒരു മൂത്ത ചേട്ടനാണ് കള്ളസാക്ഷികൾ. കള്ളസാക്ഷിക്ക് അധികം ആയുസില്ലെന്നാണ് ബൈബിൾ പറയുന്നത്. കള്ളസാക്ഷികളെയും ക്രൂരത്വം വിശ്വസിക്കുന്നവരെയും ദൈവം നശിപ്പിക്കും. ദൈവത്തിന് ഏറ്റവും പിണക്കുള്ള ഒരു ഗ്രൂപ്പും കൂടാണ് കള്ളസാക്ഷിക്കാര്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ ക്രൂശിക്കുന്ന സമയത്ത് കള്ളസാക്ഷികളൊക്കെ വന്നു. അവർ പറയുന്നത് പലരും വന്നു, ഒത്തുവന്നില്ലെന്ന്. കാരണം ഈ കള്ളസാക്ഷി പറയുന്ന പോലും കള്ളമല്ലേ എന്നൊരു കാര്യം. കള്ളസാക്ഷി പറയുന്ന ആളുകളെ ആയുസിന് മധ്യേ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുന്ന കാര്യം മറന്നുപോകല്ലേ, മറന്നുപോകല്ലേ. എന്റെ വാക്കിലൂടെ ചുരുക്കുന്നു, തുടരാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ കർത്താവിന്റെ വര ഏറ്റവും അടുത്തിരിക്കുന്നു. ഒരുങ്ങുക, ഭാരതത്തിൽ വലിയ ഉണർവുണ്ടാകാൻ പോകുന്നു. നിങ്ങളും അംഗമാകൂ. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.